ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 121 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ അനുസ്മരിച്ചത്. ഇനി 122 നാമം. ഓം ശംഭവ്യൈ നമ. ശംഭുവിൻ്റെ പത്നി എന്നാണ് ശാംഭവി എന്നുള്ള നാമത്തിനർത്ഥം. ശംഭു എന്ന് പറഞ്ഞാൽ ശുഭദായകനാണ്. അപ്പോൾ ശംഭുവിനെ ഭജിക്കുന്നവർക്ക് മാതാവായുള്ളവൾ എന്നും ഒരർത്ഥമുണ്ട്. ഹഠയോഗത്തിലും തന്ത്രശാസ്ത്രത്തിലും ശാംഭവി മുദ്ര പ്രസിദ്ധമാണ്. അപ്പോൾ ആ മുദ്രയോട് കൂടിയവൾ എന്നും ആ മുദ്രയിൽ കുടികൊള്ളുന്നവൾ എന്നും നമുക്ക് അർത്ഥമായിട്ടെടുക്കാം. ഇനി പരശുരാമൻ്റെ കൽപ്പസൂത്രം നോക്കുകയാണെങ്കിൽ ശാംഭവി ദീക്ഷ, മന്ത്രദീക്ഷ, ശക്തി ദീക്ഷ എന്ന് പറഞ്ഞ് 3 ദീക്ഷാവിധികളെ പറ്റി പറയുന്നുണ്ട്. ആ ശാംഭവി ദീക്ഷാവിധികളനുസരിച്ച് പ്രാപിക്കപ്പെടേണ്ടവളാണ് ദേവി എന്നും ഒരർത്ഥം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ശാംഭവി എന്ന പദത്തിന് 8 വയസ്സുള്ള ബാലിക എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ദേവിയെ 8 വയസ്സുള്ള ബാലികയുടെ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു എന്നാണ്. അതിനാണ് കുമാരി പൂജ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇനി 123 നാമം. ഓം ശാരദാരാധ്യായേ നമ. ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്, വാഗ്ദേവത അല്ലേ. അപ്പോൾ ശാരദ എന്ന് പറഞ്ഞാൽ വിദഗ്ധൻ എന്നൊരർത്ഥമുണ്ട്, സമർത്ഥൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ശാരദന്മാർ എന്ന് പറഞ്ഞാൽ സാത്വികപ്രധാനരായിട്ടുള്ള വിദഗ്ധന്മാരെയാണ് ശാരദന്മാർ എന്ന് പറയാറുള്ളത്. അപ്പോൾ അവരാൽ ആരാധിക്കപ്പെടുന്നവൾ ശാരദാരാധ്യ എന്നൊരർത്ഥം നമുക്ക് എടുക്കാം. ഇനി ശാരദ് എന്ന് പറഞ്ഞാൽ മഹത്തായത്, ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു ബ്രഹ്മാവ് എന്നൊക്കെയാണ്. അപ്പോൾ മഹാനുഭാവന്മാരായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും നാമത്തിന് ഒരർത്ഥമുണ്ട്. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ സൗന്ദര്യലഹരിയുടെ തുടക്കത്തിൽ തന്നെ. അധസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാതിവിരവി പ്രണന്തും സ്തോതും വാക്കഥമകൃത പുണ്യപ്രഭവതീം. മഹേശ്വരനെയും ആചാര്യഭാരതർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരത്തിനെ സംബന്ധിക്കുന്നത് ശാരദം, ശാരദാരാധ്യ എന്ന് പറഞ്ഞാൽ ശരത്കാലത്ത് ആരാധിക്കപ്പെടുന്നവൾ എന്ന് വിവക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചിങ്ങം കന്നി മാസങ്ങളാണ് ശരത്കാലം അല്ലേ. തുടർന്നുള്ള 2 മാസം എന്ന കണക്കിൽ ഹേമന്തവും ശിശിരവും ഗ്രീഷ്മവും വസന്തവും വർഷവും ഒക്കെ വരുന്നുമുണ്ട്. അപ്പോൾ ദേവീപ്രധാനമായ നവരാത്രി പൂജ വരുന്നത് ശരത്കാലത്താണ്. ആ നിലയ്ക്കും ശാരദാരാധ്യ എന്നുള്ള നാമം എന്ന അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അന്വർത്ഥമായിട്ട് തന്നെ ഭവിക്കും എന്നുള്ളതാണ്. ഇനി 124 നാമം. ഓം ശർവാണി നമ. ശർവൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ പത്നി എന്നാണ് അർത്ഥം. പൃഥ്വിയാത്മകസ്വരൂപനായ ശിവൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ അഷ്ടമൂർത്തികളിൽ ഒന്നാണ് ഈ ശർവൻ എന്ന് പറയുന്നത്. പത്നിയാണ്, സുകേശി എന്നറിയപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ചരാചരാണം ഭൂതാനം ധാതാ വിശ്വംഭരാത്മക ശർവ ഇത്യുച്യതേ ദേവ സർവശാസ്ത്രാർത്ഥ പരാഗൈ വിശ്വംഭരാത്മനസ്തസ്യ ശർവസ്യ പരമേഷ്ഠിന സുകേശി കഥ്യതേ പത്നി തനൂജോങ്കാരക സ്മൃത എന്നാണ് ലിംഗപുരാണത്തിൽ പറയണത്. എന്താ അതിൻ്റെ അർത്ഥം? സർവശാസ്ത്രങ്ങളുടെയും മറുകര കണ്ടവർ, വിശ്വംഭരാത്മകനായ ദേവനെ അതായത് പൃഥ്വീതത്വത്തെ ശർവൻ എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ പൃഥ്വീതത്വമായ ആ ശർവൻ്റെ ഭാര്യ സുകേശി എന്നും പുത്രൻ അങ്കാരകനെന്നും സ്മരിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ അങ്കാരകൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് കുജൻ എന്ന് പറഞ്ഞൊരു പേരും കൂടിയുണ്ട്. കൂ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രനാണല്ലോ ചൊവ്വ. അപ്പോൾ ഭൂഗോളത്തിൽ നിന്നും അടർന്ന് തെറിച്ച ഒരു ഭാഗമാണ് ചൊവ്വ എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നു. ഇനി 125 നാമം. ശർമ്മദായിന്യേ നമ. ശർമ്മത്തെ അഥവാ സുഖത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ്. സുഖം ദദാതി ഭക്തേഭ്യ
തേനേഷ ശർമ്മദായിനി എന്ന് ദേവി ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശർമ്മം ഭൗതിക സുഖം മാത്രമല്ല പാരത്രിക സുഖവും കൂടിയാണ് ദേവി ഉപാസകന്മാർക്ക് എന്നാണ്. അപ്പോൾ ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സുഖഭോഗങ്ങളും മോക്ഷപദവും ലഭിക്കുന്നു എന്നുള്ളതാണ് ആരംഭത്തിൽ തന്നെ നമ്മൾ ഇത് അനുസ്മരിച്ചിട്ടുള്ളതുമാണ്. ഇനി 126 നാമം ഓം ശങ്കരിയൈ നമഃ. ശം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അപ്പം ആനന്ദജനകമായതേതും പ്രദാനം ചെയ്യുന്നവളാണ് ശങ്കരി എന്നാണ് അല്ലേ. ശം കരോതി ഇതി ശീലായ യസ്യാസ ശങ്കരി എന്നാണ്. ശങ്കരൻ്റെ പത്നിയും ശാങ്കരി തന്നെയാണ് എന്നാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരവേളകളിൽ സ്ത്രീത്വരൂപം അവലംബിച്ച് ശംഭുവിനോടൊത്ത് വർത്തിക്കുന്നു എന്നുള്ളതിനാലാണ് ശാങ്കരി, രുദ്രാണി തുടങ്ങിയ നാമങ്ങൾ ദേവിക്ക് പ്രസിദ്ധമായത് എന്ന് കാളികാപുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി 127 നാമം ഓം ശ്രീകരിയൈ നമഃ. ശ്രീയെ ഐശ്വര്യസമൃദ്ധിയെ കൊടുക്കുന്നവൾ എന്നാണ്. ആവശ്യത്തിന് പര്യാപ്തമാകുന്നത് സമ്പത്തും അതിലേറെയുള്ളത് സമൃദ്ധിയുമാണ് അല്ലേ. അപ്പോൾ ശ്രീകരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ശ്രീകരൻ്റെ സഹോദരി എന്നുള്ള അർത്ഥത്തിലും ദേവിയെ ശ്രീകരി എന്ന് വിളിക്കുന്നു എന്നാണ്. ഇനി 128 നാമം ഓം സാധ്വീ നമഃ. സാധ്വി എന്ന് പറഞ്ഞാൽ പതിവ്രത എന്നാണ് അർത്ഥം. അപ്പോൾ ദേവിയെ അറിഞ്ഞ ഒരാൾ മഹാദേവൻ മാത്രമാണ് എന്നാണ്. അപ്പോൾ അത്രമാത്രം നിഗൂഢമാണ് ദേവിയുടെ തത്വം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതിയാണ്. ബുധജനങ്ങൾക്കെല്ലാം വശകതയാണ്. വിഷ്ണുഭക്തിയായ ലക്ഷ്മി നിത്യചഞ്ചലയും സകലർക്കും സ്വാധീനയുമാണ്. എന്നാൽ മഹേശ്വരഭക്തിയായ ദേവി മറ്റാർക്കും അധീനയാകുന്നില്ല എന്നാണ്. പതിവ്രതാരത്നം എന്ന പോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രയുമാണ് ആദിപരാശക്തി എന്നാണ്. അപ്പോൾ സാധാരണക്കാർക്കും ശ്രമമുണ്ടെങ്കിൽ ആർജിക്കാവുന്നതാണ് വിദ്യയും ധനവും. എന്നാൽ ആത്മസാക്ഷാത്കാരം കൃച്ഛ്രസാധ്യമാണ് എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഈ 129 നാമം ഓം ശരച്ചന്ദ്രനിഭാനനായൈ നമഃ. ശരത്കാലത്തെ നിർമ്മലാകാശത്ത് പ്രകാശിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന ആനന്ദത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. നിഭം എന്ന് പറഞ്ഞാൽ തുല്യം എന്നൊക്കെയാണ് അർത്ഥം. ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ് അല്ലേ. അപ്പോൾ ശരത്ചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഋതുക്കളിലെ ചന്ദ്രന് പ്രകാശപ്പൊലിമയ്ക്ക് മാറ്റമുണ്ട് എന്നുള്ളൊരു സൂചനയും കൂടി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ മുഖപ്രസാദത്തിന് കാലഭേദം മാറ്റം ഉണ്ടാക്കണില്ല എന്നാണ്. അതിൻ്റെ ആ ഗുണാധിക്യത്തെയാണ് അവിടെ ആ നാമത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി 130 നാമം ഓം ശാദോദര്യൈ നമഃ. ശാദോദരി എന്ന് പറഞ്ഞാൽ കൃശോദരി എന്നാണ്. ശാദം എന്ന് പറഞ്ഞാൽ കൃശം, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. അപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മികവ് ദേവിയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശാദോദരങ്ങൾക്ക് ഗുഹകൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ശാദോദരങ്ങളോട് കൂടിയതാണ് ഹിമവാൻ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ശാദോദരി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ പുത്രി എന്നും ഒരർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി 131 നാമം ഓം ശാന്തിമത്യൈ നമഃ. ശാന്തിയോടുകൂടിയവൾ എന്നാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഗുണമല്ല, സ്വഭാവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭക്തന്മാരുടെ ഏതപരാധത്തെയും ശാന്തമായിട്ട് ദയാവായ്പോടെ ക്ഷമിക്കുന്നവളാണ് ദേവി എന്ന് വരുന്നു. അപ്പോൾ ലോകനന്മയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെങ്കിലും അതിന് പോർലേൽക്കുന്നതൊന്നും ദേവി ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ്. അതാണ് ഭണ്ഡാസുരൻ്റെ നേർക്ക് ദേവി ദയാശൂന്യായിട്ട് കാണപ്പെട്ടതും. അപ്പോൾ ശാന്തിമതി എന്നുള്ളത് കൊണ്ട് ദേവിക്ക് പരമലക്ഷ്യം ലോകശാന്തിയാണ് എന്നുള്ളൊരർത്ഥം കിട്ടുന്നു. അപ്പോൾ ഒന്നിലും വ്യഗ്രതയില്ലാത്തവളും ശാന്തിമതിയാണ് എന്ന് പറയാം അല്ലേ. ഇനി 132 നാമം ഓം നിരാധാരായൈ നമഃ. ആധാരമില്ലാത്തവൾ എന്നാണ് നിരാധാര എന്ന് പറഞ്ഞാൽ. ദേവി തന്നെയാണ് സകലതിനും ആധാരം എന്നുള്ളപ്പോൾ ദേവിക്ക് മറ്റൊരു ആധാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ തന്ത്രശാസ്ത്രപ്രകാരം ആധാരങ്ങൾ 6 എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആധാരങ്ങൾ 6 കടന്ന ദേവി നിരാധാരയാണ് എന്നാണ്. അപ്പോൾ നിരാധാര എന്ന്
വ്യവഹരിക്കപ്പെടുന്ന പരാശക്തിയുടെ ആരാധന എന്നും അതിനൊരർത്ഥമായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ സൂതസംഹിതയിലെ 11 മുതൽ 19 വരെ പറയുന്ന ശ്ലോകങ്ങളിലായിട്ട് ഈ പൂജയെപ്പറ്റി വിസ്തരിച്ച് പ്രതിപാദിക്കണമുണ്ട്. അപ്പോൾ ബാഹ്യമെന്നും ആഭ്യന്തരമെന്നും രണ്ടു വിധം പൂജയുള്ളതിൽ ബാഹ്യപൂജയെ വൈദികം താന്ത്രികം എന്നും ആഭ്യന്തര പൂജയെ സാധാരം അല്ലെങ്കിൽ സഗുണം, നിരാധാരം അല്ലെങ്കിൽ നിർഗുണം എന്നും രണ്ടായിട്ട് വിഭജിച്ചിരിക്കണു എന്നാണ്. അപ്പോൾ മനോരൂപങ്ങളെ ആശ്രയിച്ചു കൊണ്ടുള്ള പൂജ സാധാരം, നിരാകാരം, ഉപാസന തന്നെ. അപ്പോൾ നിരാധാര പൂജ എന്ന് പറഞ്ഞാൽ ഈ ഉപാസന തന്നെയാണ്. അപ്പോൾ ബീജാക്ഷരങ്ങളിലോ വിഗ്രഹങ്ങളിലോ ഇഷ്ടദേവതയെ ആരാധിക്കുന്നത് സാധാര പൂജ എന്നാണ്. അപ്പോൾ നിരാധാര പൂജയാണ് പൂജകളിൽ ശ്രേഷ്ഠം എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർഗത്തിൽ ജ്ഞാനസ്വരൂപത്തെ ധ്യാനിച്ച് മനോലയം സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ സംവിത് പരാശക്തി അല്ലാതെ മറ്റൊന്നല്ല. അതിനാൽ സംസാരമുക്തിക്കായിട്ട് പരാശക്തിയെ ആത്മസ്വരൂപമായി സാക്ഷിയായി പ്രപഞ്ച വിലക്ഷണയായി ആരാധിക്കണം എന്നുള്ളതാണ്. അപ്പം അനുഭൂതിയിലൂടെ ദേവിയെ ആത്മാവായിട്ടറിഞ്ഞ് ഭക്തിപൂർവം ആരാധിക്കുന്നതിലൂടെ നമുക്ക് മുക്തിപദത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ നാമത്തിലൂടെ വെളിവാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. 133 നാമം. ഓം നിരഞ്ജനായേ നമഃ. ഒന്നിലും ഒട്ടിപ്പിടിക്കാതെ നിസ്സംഗയായി നിൽക്കുന്നവൾ എന്നാണ്. ഭാവാഭാവേ പദാർത്ഥാനം ഹർഷാമർഷ വികാരത മലിന വാസനാനാമ സംഘ ശബ്ദേന കഥ്യതേ എന്നാണ് യോഗവാസിഷ്ടത്തിലെ ഇതിനെപ്പറ്റി പറയണത്. അതായത് ഒരു വസ്തുവിൻ്റെ ലാഭത്തിലുള്ള ഹർഷവും നഷ്ടത്തിലുള്ള അമർഷവും പ്രദാനം ചെയ്യുന്ന മനസ്സിൻ്റെ മലിനവാസനയാണ് സംഘം എന്നാണ്. അപ്പോൾ അത്തരം ഒരു സംഘവും ബാധിക്കാത്ത ശുദ്ധ ചൈതന്യ സ്വരൂപിണിയാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ രഞ്ജനയ്ക്ക് രാഗമെന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ നിഷ്കാമയാണ് ദേവി എന്ന് നമുക്ക് കിട്ടണു. അപ്പോൾ അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷി എന്നാണ്. അപ്പോൾ മിഥ്യാരൂപമായിട്ടുള്ള അവിദ്യ എന്ന കൺമഷി പുരളാത്ത കണ്ണുകളോട് കൂടിയവളാണ് നിരഞ്ജന എന്നാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യം എന്ന് നമ്മൾ ചിലരൊക്കെ വാദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ആകാശത്ത് നിശ്ചലം നിൽക്കുന്നതായിട്ട് കാണുന്ന നക്ഷത്രങ്ങൾ നിശ്ചലങ്ങളാണോ? ആകാശത്ത് പറന്നുയർന്ന പക്ഷിയെ കാണാതായാൽ പക്ഷി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു സ്ഫടിക കഷ്ണത്തിൽ ഒരു ചെടിത്തണ്ട് മുറിച്ച് അതേപടി നമുക്കത് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ എന്തായിരിക്കും കാണുക? വിവിധ വർണ്ണാങ്കിതമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേതാ സത്യം? നഗ്നനേത്രം കൊണ്ട് കണ്ട കറുത്ത ഒരു പൊട്ടാണോ സത്യം? അതോ കറുത്ത പാട് സൂക്ഷ്മദർശിനികൾ കൂടി നോക്കുമ്പോൾ കാണുന്ന വർണ്ണചിത്രമാണോ സത്യം? അതുപോലെ മായ എന്ന അഞ്ജനം എഴുതിയിട്ടുള്ള കണ്ണുകൾ കാണുന്ന കാഴ്ചയല്ല ആ അഞ്ജനമില്ലാത്ത കണ്ണിൽ കാണപ്പെടുന്ന കാഴ്ച. അത് മനസ്സിലാക്കാത്തതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം എല്ലാം മായ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അജ്ഞാനദോഷങ്ങൾ യാതൊന്നും തീണ്ടാത്തവൾ നിരഞ്ജന. അപ്പോൾ രഞ്ജന എന്ന് പറഞ്ഞാൽ ആഹ്ലാദമാണ്. അപ്പോൾ നിരന്തരം ആഹ്ലാദം അനുഭവിക്കുന്നവൾ നിരഞ്ജന എന്നുള്ളൊരർത്ഥം നമുക്ക് എടുക്കാം. അപ്പോൾ നിരാധാര പൂജയ്ക്ക് സഹായകമാകുന്ന വിധത്തിൽ ദേവിയുടെ സ്വരൂപത്തെ വ്യക്തമാക്കുന്ന നാമങ്ങളാണ് ഇത് മുതൽ നമുക്കിനി തുടർന്ന് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 134 നാമം. ഓം നിർലേപായേ നമഃ. കർമ്മത്തിൻ്റെ കെട്ടാണ് ലേപം അല്ലേ. ഇപ്പം കർമ്മബന്ധം തീണ്ടാത്തവൾ എന്നാണ്. താമരയില വെള്ളത്തിൽ കിടന്നാലും ജലസ്പർശം ഉണ്ടാകുന്നില്ലല്ലോ. അതുപോലെ പ്രപഞ്ചഭരണം നടത്തുന്നത് ദേവിയാണെങ്കിലും ആ കർമ്മവാസം ദേവിയെ ബന്ധിക്കുന്നില്ല എന്നൊരർത്ഥം. ഇത് ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിൽ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. ന മാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ എന്നാണ്. എന്നെ കർമ്മങ്ങളൊന്നും സ്പർശിക്കുന്നില്ല, എനിക്ക് കർമ്മഫലത്തിൽ ആകാംക്ഷയുമില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ നിലയ്ക്ക് ഉയരുന്നതിലാണ് ദേവീഭക്തൻ്റെ ജന്മസാഫല്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇനി 135 നാമം ഓം നിർമ്മലായേ നമ. മലങ്ങൾ യാതൊന്നും തീണ്ടാത്തവൾ എന്നാണ്, അതായത് പരിശുദ്ധ എന്നാണ്. മലം എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്ഞാനം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രപഞ്ച വിഭ്രമത്തിൻ്റെ വിത്താണല്ലോ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. അപ്പം ജ്ഞാനസ്വരൂപമായ ആത്മാവിനെ അജ്ഞാനം പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ജീവികൾ മോഹത്തിന് കീഴ്പ്പെട്ടു പോകുന്നു എന്നാണ്. എന്നാൽ ദേവി നിത്യശുദ്ധ ബുദ്ധമുക്തയായതുകൊണ്ട് മുക്ത സ്വഭാവമായതുകൊണ്ട് ദേവിയെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മലങ്ങൾ പ്രധാനമായിട്ടും 3 വിധത്തിലുണ്ട് എന്ന് പറയുന്നു. ആണവം, ഭേദം, കാർമ്മികം എന്നൊക്കെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയാതെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആണവമലമാണ് എന്നാണ്. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മലമാണ് ഈ ആണവമലം എന്നുള്ളതാണ്. അപ്പം മായാജന്യമായ ഭേദബുദ്ധിയത്രേ മായികമലം എന്നാണ്. ജനന മരണഹേതുകമായ കർമ്മബന്ധം തന്നെയാണ് കാർമ്മികമലം എന്നും പറയണു. അപ്പോൾ ആണവം എന്നുള്ള സൂക്ഷ്മമായ മലം മാത്രമുള്ളവർ വിജ്ഞാന കേവലന്മാരെന്നും ആണവം മായികം എന്നീ 2 തരം മലങ്ങളുള്ളവർ പ്രളയകാലന്മാരെന്നും ആണവം മായികം കാർമ്മികം ഈ 3 മലങ്ങളും ഉള്ളവർ സകളന്മാരെന്നും അറിയപ്പെടുന്നു എന്നാണ്. അപ്പോൾ വിജ്ഞാന കേവലന്മാർ ദേവിയെ മഹാബിന്ദുവിലും പ്രളയാകാലന്മാർ ദേവിയെ ആജ്ഞ മുതൽ ഉന്മിനി വരെയുള്ള ഭാഗത്തും, അതായത് സകല നിഷ്കള ധ്യാനം, സകളന്മാർ ദേവിയെ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള സ്ഥാനങ്ങളിലും, അതായത് സകളധ്യാനത്തിലും ആരാധിക്കുന്നു എന്ന് സേതുബന്ധം എന്നുള്ള ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് അതിനെപ്പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിജ്ഞാന കേവലന്മാർക്കായുള്ള ഏക കളങ്കമായ ആണവമലം പോലും തീണ്ടാത്തവളാണ് ദേവി എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. അടുത്തത് 136 നാമം ഓം നിത്യായൈ നമഃ. നാശമില്ലാത്തവൾ എന്നാണ്. ത്രികാലങ്ങളിലും ലയമില്ലാത്തതിനാൽ ദേവി നിത്യയാകുന്നു എന്നാണ്. അവിനാശീവ അരേ അയമാത്മാ എന്ന് ശ്രുതി പ്രമാണമാണ്. ബൃഹദാരണ്യോപനിഷത്തിലാണത് പറയണത്. അപ്പോൾ ക്ഷണിക വിജ്ഞാനവാദത്തെ അല്ലെങ്കിൽ നിത്യമായി യാതൊന്നുമില്ല എന്നുള്ള വാദം ഈ നാമം നിരാകരിക്കണമെന്നാണ്. ദിനാദിത്യ നേവതമാരുടെ സ്വരൂപത്തോട് കൂടിയവൾ എന്നും നിത്യ എന്ന മന്ത്രത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നും ഈ നാമത്തിലൂടെ ദേവിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി 137 നാമം ഓം നിരാകാരായൈ നമഃ. നിയതമായ ആകാരമില്ലാത്തവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ആകാരം എന്ന് പറഞ്ഞാൽ രൂപമാണ് അല്ലേ. രൂപത്തിന് ആസ്പദം ത്രിഗുണവുമാണ്. അപ്പോൾ ദേവി ത്രിഗുണാതീതയുമാണ്. അതുകൊണ്ട് തന്നെ നിരാകാരയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ നിരാകാരനാണെന്ന മതം ഹിന്ദുധർമ്മത്തിന് അന്യവുമല്ല. എന്നാൽ ത്രിഗുണാത്മകമായിട്ടുള്ള മനസ്സിന് നിരാകാരനായ ഈശ്വരനെ സങ്കല്പിക്കാനേ സാധ്യമല്ല എന്നാണ്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് ശ്രുതിവാക്യം. അതാണ് അത് വ്യക്തമാക്കുന്നത് തന്നെ. അപ്പോൾ നിരാകാരനായ ഈശ്വരനെ മനസ്സിന് എത്തിപ്പിടിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പനയുണ്ടായത്. അത് കൽപ്പനയാണെന്ന് ജ്ഞാനികൾക്കറിയാം. അപ്പോൾ കൽപ്പന സൗന്ദര്യബോധത്തോടും പ്രതിഭാശക്തിയോടും ബന്ധപ്പെട്ടിരിക്കണമെന്നാണ്. അപ്പോൾ ഈ നാമം രൂപമില്ലാത്ത യാതൊന്നും ഇല്ല എന്നുള്ള വിജ്ഞാനവാദത്തെ ഖണ്ഡിക്കുന്നതാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 138 നാമം ഓം നിരാകുലായേ നമഃ. ആകുലത ഇല്ലാത്തവൾ എന്നാണ് നാമത്തിനർത്ഥം. അതായത് അജ്ഞാനമാണ് ആകുലതയ്ക്ക് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം അല്ലേ. ഇപ്പോൾ സ്ഥിതപ്രജ്ഞന് ദുഃഖമില്ല. ലാഭനഷ്ടങ്ങളും ജയാപജയങ്ങളും മാനാഭിമാനങ്ങളും മനസ്സിനെ ഉലയ്ക്കാതിരിക്കുകയാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം തന്നെ. അപ്പോൾ ദേവി ഭണ്ഡാസുരനെ നിഗ്രഹിക്കുമ്പോഴും ഭണ്ഡാസുരനെ ആശീർവദിക്കുമ്പോഴും സദാശിവനുമായിട്ട് മേളിക്കുമ്പോഴും സ്ഥിതപ്രജ്ഞയാകൊണ്ട് നിരാകുലയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി 139 നാമം ഓം നിർഗുണായൈ നമഃ. ഗുണാതീതയായവൾ എന്നാണ്. അപ്പോൾ സത്വം, രജസ്, തമസ് എന്നിവയാണ് ത്രിഗുണം. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള രൂപരസ
സ്പർശഗന്ധ ശബ്ദാദി വിഷയ ഗുണങ്ങളോട് ബന്ധമില്ലാത്തവൾ എന്ന് ദേവിക്ക് നാമത്തിനർത്ഥം വരുന്നു എന്നാണ്. അപ്പോൾ അവയ്ക്ക് പരയായവൾ എന്നാണ്. അപ്പോൾ ഭാഗവത പുരാണം പറയുന്നു, അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ദേവന്മാരോ ദൈത്യന്മാരോ നരന്മാരോ മൃഗങ്ങളോ സ്ത്രീയോ പുരുഷനോ ജീവിയോ ഗുണമോ കർമ്മമോ ഭാവമോ അഭാവമോ അല്ല, എല്ലാ നിഷേധങ്ങൾക്കും ശേഷം അവശേഷിക്കുന്ന അനന്തതയാണ് എന്ന് പറയുന്നു. അപ്പോൾ ദേവിയിൽ ആരോപിക്കപ്പെടുന്ന സ്നേഹവത്സല്യാദി ഗുണങ്ങളല്ല, സ്വഭാവമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി 140 നാമം ഓം നിഷ്കളായൈ നമ. കലകളില്ലാത്തവൾ എന്നാണ്. കല എന്ന് പറഞ്ഞാൽ അംശം എന്നാണ്. ബ്രഹ്മം സാവയവമാണെന്ന സങ്കല്പത്തെ നിരാകരിക്കുന്നതാണ് ഈ നാമം എന്നുള്ളതാണ്. അപ്പോൾ നിർഗുണചിന്തയാണ് നിഷ്കള എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഭാസ്കരരായർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാന ഭൈരവ ഭട്ടാകാരൻ്റെ ആശയത്തെ അതിനുവേണ്ടി അദ്ദേഹം ഉദാഹരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ? ധ്യാനം യാ നിഷ്കളാ ചിന്ത നിരാധാരാ നിരാശ്രയ നതു ധ്യാനം ശരീരസ്യ മുഖഹസ്താദികൽപ്പന. മുഖാദ്യവയവരഹിതമായി ധ്യാനിക്കപ്പെടുന്ന ഈശ്വര ചിന്തനമാണ് നിഷ്കള ധ്യാനം എന്നറിയപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ആ നിഷ്കള ചിന്ത കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടേണ്ടവളാണ് ദേവി എന്ന് ഈ നാമത്തിനൊരർത്ഥമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, നിരവധ്യം, നിരഞ്ജനം തുടങ്ങിയിട്ടുള്ള ബ്രഹ്മസൂചക പദങ്ങൾ നിഷ്കള ബ്രഹ്മസ്വരൂപിണിയായ ദേവിക്കും ഇണങ്ങുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓം 141 നാമം ഓം ശാന്തായൈ നമ. ശാന്തസ്വരൂപിണിയാണ് ദേവി എന്നാണ്. അപ്പോൾ അമൃതബീജത്തിൻ്റെ അന്ത്യാക്ഷരമാണ് ശ എന്നുള്ള അക്ഷരം. അപ്പോൾ ശ അന്തത്തോടു കൂടിയവൾ അല്ലെങ്കിൽ മന്ത്രരൂപിണിയാണ് ശാന്ത എന്നാണ്. മുൻ നാമത്തോട് ചേർത്ത് ശാന്ത എന്നുള്ള പദത്തെ അശാന്ത എന്ന് നമുക്ക് പദച്ഛേദം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിഷ്കളാശാന്ത എന്ന പദത്തെ നിഷ്കള എന്നും അശാന്ത എന്നും പിരിക്കാനും സാധിക്കും. അപ്പോൾ ആശ എന്ന് പറഞ്ഞാൽ ദിക്ക്, ആശാന്ത എന്ന് പറഞ്ഞാൽ ദിക്കെങ്ങും വ്യാപിച്ചു നിൽക്കുന്നവൾ എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ശാന്തരസത്തോടു കൂടിയവൾ ശാന്ത. നവരസങ്ങളിൽ ഒന്നായിട്ടുള്ള ശാന്തരസത്തിൻ്റെ സ്ഥായി ഭാവമാണ് അല്ലെങ്കിൽ നിരഹങ്കാരമാണ് ശാന്ത, ശമസ്ഥായി ഭവ എന്നൊക്കെ പറയുന്നത്. ഈ 42 നാമം ഓം നിഷ്കാമായൈ നമ. ഒരു കാമനയുമില്ലാത്തവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഏതും സങ്കല്പമാത്രം കൊണ്ട് സാക്ഷാത്കരിക്കുവാൻ ശക്തിയുള്ള ദേവി പിന്നെ എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ ദേവി ഭാഗവതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവാപ്താഖിലകാമായ തൃഷ്ണാകിം വിഷയാ ഭവേതു എന്നാണ്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ദേവിയിൽ അടങ്ങിയിരിക്കെ പിന്നെ ദേവിക്ക് എന്ത് ആഗ്രഹമാണ് ഉണ്ടാവുക എന്നാണ്. അപ്പോൾ സ്വയം സമ്പൂർണയായ ദേവിക്ക് ഒന്നിലും ഒരാഗ്രഹവും ഉണ്ടാവാൻ തരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 143 നാമം ഓം നിരുപപ്ലവായൈ നമ. നാശമില്ലാത്തവൾ എന്നാണ് നാമത്തിനർത്ഥം. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. നീ എന്ന് പറഞ്ഞാൽ അതിശയകരമായി എന്നൊക്കെയാണ്. അപ്പോൾ നിഗൂഢം എന്ന് പറഞ്ഞാൽ അതിശയകരമായി ഒളിഞ്ഞിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഉദാഹരണം പറയാറില്ലേ. അപ്പോൾ ഉപ എന്ന് പറഞ്ഞാൽ സമീപം, പ്ലവം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ പ്രവാഹം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അത്ഭുതകരമായിട്ട് അടുക്കലേക്ക് അമൃതധാരയായി ഒഴുകുന്നവൾ എന്നൊരർത്ഥം എടുക്കാം. ഇനി പ്രപഞ്ചം ബ്രഹ്മാണ്ടവും വ്യക്തി പിണ്ടാണ്ടവും പിണ്ടാണ്ടത്തിലെ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി അമൃതവർഷം ചൊരിയുന്നു എന്നുള്ളൊരു ഗൂഢാർത്ഥവും കൂടി ഇതിനെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി 144 നാമം ഓം നിത്യമുക്തായൈ നമ. എന്നും പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് മുക്തയായിരിക്കുന്നവൾ എന്നാണ്. ഭണ്ഡാസുരനെ വധിച്ചു എന്നും ദേവഗണത്തിന് അനുഗ്രഹം നൽകുന്നു എന്നും സദാശിവനുമായിട്ട് സമ്മേളിക്കുന്നു എന്നും ഒക്കെ വർണ്ണിക്കുമ്പോഴും അതൊക്കെ അധ്യാരോപകൽപ്പനകളാണെന്നും ദേവി അതിൽ നിന്നൊക്കെ മുക്തയാണെന്നും വ്യക്തമാണ്. അപ്പോൾ ഭക്തന്മാർക്ക് നിത്യമുക്തി നൽകുന്നവളെന്നും നിത്യവും മുക്തന്മാർ ആരിലാണോ വിലയിക്കുന്നത് ആ ദേവി എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വന്നത്. അപ്പോൾ മോക്ഷസ്വരൂപിണിയും നിത്യമുക്തയാണ് എന്നുള്ളൊരർത്ഥവും നമുക്കിവിടെ എടുക്കാം എന്നുള്ളതാണ്. 145 നാമം
ഓം നിർവികാരായൈ നമ. വികാരഭേദങ്ങളില്ലാത്തവൾ എന്നാണ്. അപ്പോൾ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അല്ലേ. പ്രപഞ്ചത്തിൻ്റെ കാരണവസ്തുവാണ് ദേവി. അപ്പോൾ കാരണത്തിന് മാറ്റമില്ല, കാര്യവസ്തുവിനാണ് മാറ്റം എന്നാണ്. അപ്പോൾ കയറ് ചലിക്കുന്നില്ല എന്നും കയറിൽ പ്രതിഫലിക്കുന്ന പാമ്പ് ചലിക്കുന്നതായിട്ട് തോന്നുന്നു എന്നും നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ സർപ്പഭ്രമമൊക്കെ നമുക്ക് അനുഭവപ്പെടാറ്. അപ്പോൾ ഭ്രമവും ഭ്രമിപ്പിക്കലും കാരണവസ്തുവിനില്ല, കാര്യവസ്തുവിലുണ്ട്. അതുകൊണ്ട് അത് മാറും എന്നാണ്. അപ്പോൾ ജഗത്തിൻ്റെ കാരണവസ്തുവാണ് ദേവി എന്നും അതിൽ മാറ്റമില്ല എന്നും പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാഖ്യാതത്വ കൗമുദിയിൽ ഇത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മൂലപ്രകൃതിരവികൃതി മഹാദാദ്യ പ്രകൃതി വികൃതയാ സപ്ത ഷോഡശകസ്തു വികാരോ ന പ്രകൃതിർന വികൃതി പുരുഷ എന്നാണ്. അപ്പോൾ അവികൃതിയായ മൂലപ്രകൃതി എന്ന് ഇവിടെ പരാമർശിക്കുന്നത് ദേവിയെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവികൃതി എന്ന് പറഞ്ഞാൽ വികൃതി ഇല്ലാത്തത് എന്നാണ്. വികൃതി എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. അപ്പോൾ മാറ്റമില്ലാത്തതാണ് ദേവി എന്നാണ്. ഇനി 146 നാമം. ഓം നിഷ്പ്രപഞ്ചായൈ നമ. പ്രപഞ്ചരഹിതയാണ് ദേവി എന്നാണ്. അപ്പോൾ പ്രകർഷേണയുള്ള 5 കുറിക്കുന്നതാണ് പ്രപഞ്ചം എന്നുള്ള പദത്തിനർത്ഥം. അപ്പോൾ ഈ 5 എന്നുള്ളത് പഞ്ചഭൂതങ്ങളാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സഞ്ചിത രൂപം ദേവിയിൽ നിന്നും അന്യമാണ് എന്നാണ്. അങ്ങനെ ദേവി നിഷ്പ്രപഞ്ച എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഇനി 147 നാമം. ഓം നിരാശ്രയായൈ നമ. മറ്റൊരു ആശ്രയ വസ്തുവിനെ അവലംബിക്കാത്തവൾ എന്നാണ് ആ നാമത്തിനർത്ഥം. അപ്പോൾ എല്ലാറ്റിനും ആശ്രയഭൂതയാണ് ദേവി. ആ ദേവിക്ക് മറ്റൊന്നും ആശ്രയമായിട്ടൊട്ടില്ല അതാണ്. അപ്പോൾ വിശ്വം പ്രതിഷ്ഠിതം യസ്യാം തസ്യാകുത പ്രതിഷ്ഠിത എന്നാണ് ശ്രുതി വചനം തന്നെ. അപ്പോൾ ലോകം ആരിൽ അധിഷ്ഠിതമായിരിക്കുന്നുവോ ആ ആളിന് മറ്റൊരാധാരമില്ല എന്നാണ്. അപ്പോൾ ആശ്രയം എന്നുള്ളത് ഉപാധിയാണ്. അപ്പോൾ ജീവൻ്റെ ഉപാധി, അതായത് അന്ധക്കരണം തുടങ്ങി ശരീരപര്യന്തം വ്യാപിച്ചു നിൽക്കുന്നു അത് അല്ലേ. അപ്പോൾ ജീവനെ ശരീരോപാധിയിൽ ആരോപിക്കുമ്പോൾ ഞാൻ തടിച്ചവൻ അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞവൻ എന്നൊക്കെ ഇന്ദ്രിയങ്ങളിൽ ആരോപിക്കുമ്പോൾ, ഞാൻ അന്ധനാണ്, ഞാൻ ബധിരനാണ് എന്നും അന്ധകരണത്തിൽ ആരോപിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സങ്കല്പിക്കുന്നു എന്നും മറ്റും നമുക്ക് വ്യവഹാരം ഉണ്ടാവാറുണ്ട് ഇല്ലേ. അപ്പോൾ ഈ ഉപാധി ബന്ധം സംസാരിക്കുള്ളതാണ് എന്നാണ്. ഉപാധിയില്ലാത്ത ശുദ്ധ ചൈതന്യ സ്വരൂപിണിയാണ് ദേവി എന്ന് നാമത്തിനർത്ഥമായിട്ട് വരുന്നു. ഇനി 148 നാമം. നിത്യശുദ്ധായൈ നമ. ത്രികാലങ്ങളിലും ശുദ്ധയായവൾ എന്നാണ്. അപ്പോൾ ശുദ്ധാശുദ്ധങ്ങൾ മനഃശുദ്ധിക്കായിട്ട് ശരീരികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് എന്ന് വരുന്നു. അപ്പോൾ കളങ്കസ്പർശമേൽക്കാത്ത ദേവി അവയ്ക്ക് ഉപരിയാണ് എന്ന് താല്പര്യം. അപ്പോൾ അത്യന്തമലിനോ ദേഹീജാത്യന്ത നിർമ്മല എന്നാണ്. അപ്പോൾ മാലിന്യം ശരീരത്തിനാണ്, ചൈതന്യത്തിനല്ല എന്ന് സ്പഷ്ടാവുകയാണ്. 149 നാമം. ഓം നിത്യബുദ്ധായൈ നമ. നിത്യമായ ശുദ്ധബുദ്ധിയോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ ചിച്ചൈതന്യം തന്നെയാണ് ദേവിയിൽ സർവ്വവിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവി നിത്യബുദ്ധയാണ്. ജ്ഞാനം ജ്ഞാതാവിൽ നിന്നും അഭിന്നമാണ് എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി 150 നാമം. ഓം നിരവധ്യായൈ നമ. നിരവധ്യ എന്ന് പറഞ്ഞാൽ അവധ്യയല്ലാത്തവൾ എന്നാണ്. അവധ്യം എന്ന് പറഞ്ഞാൽ നിന്യം എന്നാണ് അർത്ഥം. അപ്പോൾ വന്ധ്യയായവൾ, സർവമംഗളകാരിണി ആയതുകൊണ്ടാണ് ദേവി സകലർക്കും വന്ധ്യയായിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നിരവധ്യം, നിരഞ്ജനം എന്നൊക്കെ ശ്രുതി നമ്മൾ നേരത്തെ അനുസ്മരിക്കേണ്ടായി. അവധ്യം എന്ന് പറഞ്ഞാൽ നരകം എന്നാണ് അർത്ഥം. അപ്പോൾ നരകത്തിൽ പതിക്കാത്ത തൻ്റെ ഭക്തന്മാരെ സദാ കാത്തുരക്ഷിക്കുന്നവൾ എന്നും ഈ നാമത്തിനൊരർത്ഥമായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് അല്ലേ. കൂർമ്മപുരാണത്തിൽ ഇതിനെപ്പറ്റി പറയണത് തസ്മാദഹർനിശം ദേവീം സംസ്മരേത് പുരുഷോയരി ന യാദ്യവദ്യം നരകം സാക്ഷീണാശേഷബാധക എന്നാണ് കൂർമ്മപുരാണത്തിൽ പറയണത്. അതായത് രാപ്പകൽ ദേവിയെ സ്മരിക്കുന്ന പുരുഷൻ സകല ബാധകങ്ങളും നശിച്ച് നിന്യമായ നരകത്തെ പ്രാപിക്കുന്നേ ഇല്ല എന്നാണ് ഇതിനർത്ഥം.
അപ്പോൾ ലിംഗപുരാണ പ്രകാരം നരകങ്ങളുടെ എണ്ണം 26 കോടിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരം നരക കൽപ്പനകൾ മനുഷ്യനെ പാപാചരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് വരുന്നു. അപ്പോൾ ഈ സത്യം അനിഷേധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാപഭയവും ഈശ്വരവിശ്വാസവും ജീവിതരഥത്തിൻ്റെ 2 ചക്രങ്ങളായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. ഇനി 151 നാമം. ഓം നിരന്തരായൈ നമഃ. അന്തരമില്ലാത്ത മട്ടിൽ ഇടതൂർന്ന് എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൾ എന്നൊക്കെയാണ് നാമത്തിനർത്ഥം വരിക. അപ്പോൾ അന്തരം എന്ന് പറഞ്ഞാൽ വിടവാണ്, ഭേദം, ദേവിയുടെ സർവ്വവ്യാപകത്വമാണ് ഇവിടെ വിവക്ഷിക്കണത് എന്നുള്ളതാണ്. അപ്പോൾ അകവും പുറവും തിങ്ങും മഹിമാവൂന്ന് താല്പര്യം. അപ്പോൾ ഏതസ്മിന്നുദരമന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി എന്ന് തൈത്തിരീയോപനിഷത്തിലും പറയുന്നുണ്ട്. ആരാണോ ഇതിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ അല്പമെങ്കിലും ഭേദം ദർശിക്കുന്നത് അവനെ ഭയം ബാധിക്കുന്നു എന്നാണ്. അപ്പോൾ ദേവിയിൽ സജാതീയ വിജാതീയമായിട്ടുള്ള സ്വഗത ഭേദങ്ങളില്ല എന്ന് ചുരുക്കം നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 152 നാമം. ഓം നിഷ്കാരണായൈ നമഃ. കാരണരഹിതയാണ് ദേവി എന്നുള്ളതാണ്. ഇപ്പോൾ ദേവി സകലതിനും കാരണമാകയാൽ ദേവിക്ക് മറ്റൊരു കാരണവസ്തു ഇല്ല എന്നാണ്. കാരണം നിത്യവും കാര്യം അനിത്യവുമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അനിത്യമായ സകല പ്രപഞ്ച വസ്തുക്കൾക്കും കാരണമായി നിൽക്കുന്ന ജഗന്മാതാവാണ് ദേവി എന്നുള്ളത് കൊണ്ട് ദേവിക്ക് കാരണാരഹിത എന്നുള്ള പേര് വന്നു എന്നാണ്. ഈ 153 നാമം. ഓം നിഷ്കളങ്കായൈ നമഃ. കളങ്കമേശാത്തവൾ എന്നാണ് അല്ലേ. അപ്പോൾ കളങ്കം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. ഭക്തന്മാരുടെ കളങ്കത്തെ അല്ലെങ്കിൽ പാപത്തെ നിഷ്കാസനം ചെയ്യുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിന് അർത്ഥം വ്യാഖ്യാനിക്കാം എന്നാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലമാണല്ലോ പാപവും പുണ്യവും ഒക്കെ. അപ്പോൾ ദേവി നിഷ്ക്രിയയും നിസ്സംഗയുമാകയാൽ പാപപുണ്യങ്ങൾക്ക് ദേവിയിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. ശുദ്ധമപാപ വിധമെന്ന് ഈശാവാസ്യത്തിലും പറയുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഈ നാമത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സർഗയുടെ അവസാനിപ്പിക്കാം. 154 നാമം മുതൽ അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമഃ. ശ്രീ ലളിത ത്രിപുരസുന്ദര്യൈ നമഃ.